കുറേ നാളായിട്ട് ട്രാവൽ വ്ളോഗ്സ് ഒന്നും അങ്ങനെ ഇറക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താലാണല്ലോ ട്രാവൽ വ്ളോഗ് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചെറുതായിട്ടൊരു കയാക്കിങ്ങിനാണ്. ഇപ്പം മഴ വന്ന കാരണം യാത്ര ഒന്ന് ജസ്റ്റ് നിർത്തി വെച്ചേക്കാണ്. കൂടെയുള്ളവന്മാർ കുറച്ച് പേരുണ്ട്, ഓരോരുത്തരും ഓരോ സ്ഥലത്തായിട്ട് മഴ കാരണം നിർത്തിയിട്ടേക്കാണ്. കുറച്ചിരുന്ന് കയറിക്കോട്ടെ. മഴ മൊത്തം തീരാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ യാത്ര എന്തായാലും നടക്കൂല. അപ്പോൾ കുറച്ചെങ്കിലും മഴ കൊണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ യാത്ര തുടരാണ്. റോഡിൽ അത്യാവശ്യം നനവുള്ളതുകൊണ്ട് തന്നെ വണ്ടി തെന്നാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത്. നല്ല വളമുള്ള ഇപ്പോൾ ഞങ്ങൾ സ്പോട്ട് എത്തിയേക്കാണ്. നമുക്ക് കയാക്കിങ് ചെയ്യാനുള്ള ബോട്ടുകളൊക്കെ എന്താ വലുതുവെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവന്മാർ എത്താനുണ്ട്. ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 4:45-5 മണി ടൈം ആവാറുണ്ട്. അപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. മഴ കഴിഞ്ഞ് ബാക്കിയുള്ളവന്മാർക്ക് ഇങ്ങനെ പതിയെ എത്തി. ഇപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കയാക്കിങ് ചെയ്യാൻ ഒരാൾക്ക് ആകെ 100 രൂപയുള്ളൂ. സ്ഥലത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. ഇടിച്ചില്ല. അറിയില്ല നിന്നെ കൂടെ ഗോപ്രോട് വ്ളോഗ് ട്രാവലിംഗ് വ്ളോഗ് അല്ലാന്ന് മാത്രം. മെയിനായിട്ടും ബൈക്കിന്റെ തന്നെയാണ്. ചാനല് ജിറ്റോസ് ഡീമൺ എന്നാണ്. എടാ മുട്ടി അയ്യോ പോവും കേട്ടോ അമ്മേട് മുടങ്ങി. ഇടിക്കരുത് ഇടിച്ച് മറക്കരുത് കേട്ടാ. ഫോണുണ്ട് ഇടിച്ച്. എടാ അങ്ങടെ എടാ ഇതിനടി കൂടെ പോയില്ലടാ. പോവില്ലേ കണക്കാണ്. ഇടിച്ച് തള്ളി മാറ്റാ. ഇവിടെ തന്നെ ആ വിട്ടോ നോക്കണേ. അമ്മേ എടാ ഞാൻ കമ്പും പിടിച്ചിരിക്കട്ടെ. കഷ്ണം മാറി.
ഇടിച്ച് എടാ മുള്ളാണ്. അവര് സ്വസ്ഥമായിട്ട് പോട്ടെ. അതിരാവിലെ വന്ന് ഇവിടെ കയാക്കിങ് ചെയ്യണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ അതങ്ങനെ നടന്നില്ല. പക്ഷെ സൺസെറ്റിന് ടൈം ആയപ്പോഴേക്കും അതുപോലെ തന്നെ ഒരു പ്രത്യേക വ്യൂ ഇവിടെ ഞങ്ങൾ കിട്ടുന്നുണ്ട്. എടുത്തോണ്ടിരിക്കാനുള്ള വേണ്ട വേണ്ട മറിയൂടാ. നട്ടുച്ചയ്ക്ക് പോയിട്ട് കയാക്കിങ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫീല് എന്തായാലും കിട്ടൂല. ഒന്നെങ്കിൽ അതിരാവിലെ സൺറൈസിൻ്റെ ടൈം, അല്ലെങ്കിൽ ഇതുപോലെ സൺസെറ്റിൻ്റെ ടൈമിൽ. ആ സമയത്ത് ഇങ്ങനെ കയാക്കിങ് ചെയ്യണം, ഒരു പ്രത്യേക ഫീലാണ്. എടാ ഗിൽബട്ട മറഞ്ഞു വീട്ടെന്ന് ഓക്കെ പോയി. ഓക്കെ ഇങ്ങനെ കയാക്കിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ചെറിയൊരു ഉൾവഴിയാണിത്. ഇപ്പോൾ ആ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആളനക്കമില്ലാത്ത സ്ഥലമാണ്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലാണ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ. നല്ല ലെൻസുള്ളൊരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ഇവിടം വരെ നനയാതെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. കാരണം കുറേ റെയറായിട്ടുള്ള പക്ഷികൾ ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഉൾവഴിയൊക്കെ കയറി പോവുകയാണെങ്കിൽ ചിലപ്പോൾ വഴിയൊക്കെ അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ബാക്കിലേക്ക് ഇറക്കി തുഴയണമെന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. പോവാ ഞാൻ തൊഴിയൂരാ. ഞാൻ എത്ര പന്നി
വീഴരുത്. ഞങ്ങളെത്തിയതറിയുന്നു ഇവിടെ കെട്ടിട്ടല്ലേ അതേപ്പോൾ ഇരുട്ടാവാറായി. ഇതോടുകൂടി ഞങ്ങളുടെ കയാക്കിംഗ് പരിപാടികൾ അവസാനിക്കാറായി. കൈ നല്ല സുഖമായിരുന്നു. ഹെൽമെറ്റ് ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കുറേ രസകരമായ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.